ചേച്ചി ഈ ചെയ്യുന്നതിനെ ശരിക്കും എന്താ പേരിട്ട് വിളിക്കുക? ഈ പേരിപ്പോ സത്യം പറഞ്ഞാൽ ഞാനല്ല ഇട്ടത്, ജനങ്ങളാണ് അതിനെ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞൊരു വേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വീരനാട്യം നമ്മളുടെ ഇവിടെ ചെയ്തു വന്നൊരു കലാരൂപമായിട്ട് അറിയപ്പെട്ടിട്ടില്ല. കേരളത്തിന്റെ ഒരു തനതായ കലയായിരുന്നു എന്ന് അറിയില്ല. പക്ഷെ വീരനാട്യം എന്നും വിളിക്കുന്നുണ്ട്, കൈകൊട്ടിക്കളി എന്ന് വിളിക്കുന്നുണ്ട്. കൈകൊട്ടിക്കളി എന്ന് പറയുന്ന പുരാതന കാലം മുതലേ നമ്മളെ മുത്തശ്ശിമാരൊക്കെ വീടുകളില് രാത്രി കാലങ്ങളില് ചിട്ടയോടെയും വൃത്തിയോടും കൂടി അവരൊരു സെറ്റ് മുണ്ടും തോരനൊക്കെ എടുത്ത് മുണ്ടും ജാക്കറ്റൊക്കെ ധരിച്ച് അമ്മമാര് ഓണക്കാലങ്ങളിൽ നേരം പോക്കിന് വേണ്ടി ചെയ്തതായിരിക്കാം കൈകൊട്ടിക്കളി. ആ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ പാടിക്കളിക്കുന്ന ഒരു ശൈലിയാണ്. പണ്ട് ശ്രീരാമന്റെയും ഹനുമാന്റെയും ഒക്കെ നമ്മൾ രാമായണം മഹാഭാരതം ഒക്കെ പോലുള്ള കഥകള് അവര് പാടി അഭിനയിച്ചിരുന്നതാണ്. അത് പൊതുവേദികളിൽ ചിലപ്പോൾ എത്താനുള്ള സാഹചര്യം ഒന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവൂല ഇന്നത്തെ പോലുള്ള. പക്ഷെ ഇപ്പൊ അതിനെ പുതിയ വെർഷനിലോട്ട് ജനങ്ങൾ അതിനെടുത്ത് കയ്യിലെടുത്ത് അതിനെ കമ്പോസ് ചെയ്തു.